ഹലോ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങൾ ഉച്ചയ്ക്ക് അങ്ങനെ ഇരുന്നപ്പോഴാണ് എഴുത്തിമ്മ പറഞ്ഞ് നമുക്ക് വയനാട് വരെ ഒന്ന് പോയാലോ എന്ന്. എഴുത്തിമ്മയുടെ വീട് വയനാടാണ്. അപ്പോൾ എഴുത്തിമ്മ അറിയാതെ എഴുത്തിമ്മയുടെ വീട്ടിലേക്ക് ചെല്ലാമെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ അങ്ങനെ പ്ലാൻ ഇട്ട് 2 ദിവസമായിട്ട് സ്കൂളില്ലാത്തതുകൊണ്ട് എഴുത്തിമ്മ അവിടെ പോയതാണ്. ഞങ്ങളെല്ലാവരും കൂടെ തീരുമാനിച്ചു 2 വണ്ടിയിലായിട്ടാണ് പോണത് കേട്ടോ. ഒരു വണ്ടിയിൽ കുട്ടികളും ഒരു വണ്ടിയിൽ ഞങ്ങളും. അങ്ങനെ കുറേ പോയപ്പോൾ ആന ഇറങ്ങണമൊക്കെ സ്ഥലം കണ്ടു. അവിടെ ആന ഇറങ്ങണുണ്ട്, ശ്രദ്ധിച്ച് പോവുക എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കുറേ കുരങ്ങന്മാരൊക്കെ കണ്ടു. ചില ആൾക്കാർ കുരങ്ങന്മാർക്കൊക്കെ ഓരോ ഭക്ഷണം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ കണ്ട് അങ്ങനെ പോവുകയാണേ. അത് കഴിഞ്ഞ് ചോലയൊക്കെ കണ്ടു. ചോല കണ്ടപ്പോൾ വളവിലൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് നിർത്തി ഒരുപാട് ഫോട്ടോ എടുക്കാനൊന്നും കഴിഞ്ഞില്ല കേട്ടോ. താമരശ്ശേരി ചുരം പോലെയല്ല. താമരശ്ശേരി ചുരത്തിലാണെങ്കിൽ നമുക്ക് ഒന്നും കൂടെ സ്പേസ് ഉണ്ട് നിന്ന് ഫോട്ടോ എടുക്കാനുള്ളതൊക്കെ. ഇത്തിരി അങ്ങ് എത്തിക്കഴിഞ്ഞാൽ നാടുകാണി ചുരത്തിൽ കൂടുതൽ കാടാണ്. അപ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള സ്പേസൊക്കെ കുറവാണ്. ചോലയൊക്കെ കണ്ട സമയത്ത് ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കണമെന്നുണ്ടായിരുന്നു. 1-2 ചെറിയ ചോലയുടെ ഫോട്ടോയെ കിട്ടിയുള്ളൂ. അപ്പോഴത്തേക്ക് വളവ് തിരിഞ്ഞായതുകൊണ്ട് വണ്ടികളും വേറെ എതിര് വരുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് വീഡിയോ എടുക്കാനുള്ള സൗകര്യമൊന്നും കിട്ടിയില്ലേ. അത് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് പറഞ്ഞു. ഇനി വേറെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് അങ്ങനെ ഞങ്ങൾ പോന്ന്. പിന്നെ ഇച്ചിരി അങ്ങനെ പോകുന്ന സമയത്ത് എല്ലാവർക്കും ഒന്ന് റെസ്റ്റ് എടുക്കണം തോന്നി. അവിടെ ഇറങ്ങി റെസ്റ്റ് എടുത്തു. അതിന് ശേഷം ചായ കുടിക്കുകയെന്ന് പറഞ്ഞു. ചായ കുടിക്കാൻ ഇറങ്ങി. എല്ലാവരും ഓരോ ഗ്ലാസ് ചായയൊക്കെ കുടിച്ചു. അവിടെ പരിപ്പുവടയും ചായയാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ പരിപ്പുവടയിൽ പെരിഞ്ചീരകം ചേർത്തുണ്ട്. അതിൻ്റെ ഒരു രുചി വ്യത്യാസം ഉണ്ടായിരുന്നു. വടക്കാണെങ്കിൽ നല്ല ഉറപ്പ്, നീച്ച് നിന്ന് കടിക്കാൻ പറ്റണം വടയാണ്. ഞാനത് പറയുമായിരുന്നു, അത്ര ഉറപ്പായിരുന്നു. ഞങ്ങൾ വടയും ചായയൊക്കെ കഴിച്ച് അവർ ഉള്ളിവടയൊക്കെ ആയിരുന്നു വാങ്ങി തിരിച്ചു പോന്നു. പിന്നെ മറ്റേ കുട്ടികൾ കയറിയ വണ്ടി ഇത്തിരിയും കൂടി ദൂരം ചെന്നിട്ടാണ് കേട്ടോ നിർത്തി. അവർ കമ്പം കഴിച്ച് പിന്നെ ഊഞ്ഞാലൊക്കെ ആടി എൻജോയ് ചെയ്തിട്ടാണ് അവർ വന്നത്. അപ്പം ഞങ്ങളെ വണ്ടിയിലിരുന്ന എഴുത്തിമാർ പറയുകയും ചെയ്തു, നമുക്ക് കമ്പം കിട്ടിയില്ലല്ലോ എന്ന്. എന്നാലും ഞങ്ങൾ പിന്നെ വണ്ടിയും കൊണ്ട് പോന്നു. പിന്നെ വരുന്ന വഴിക്ക് കുറേ പശുക്കളൊക്കെ ഇങ്ങനെ നിന്ന് പുല്ല് തിന്നുന്നുണ്ടായിരുന്നു. പിന്നെ ചേരമ്പാടിയൊക്കെ എത്താറായി. ചേരമ്പാടി എത്താറായി കഴിഞ്ഞപ്പോൾ കുറേ ഒരു കുഞ്ഞു ഷെഡുകളും വീടുകളൊക്കെ കണ്ടു. കുഞ്ഞു ഷെഡ് കാണുമ്പോൾ നമ്മൾ കരുതും ഒരു സൗകര്യം ഇല്ലല്ലോ എന്ന്. എന്നാലും ടി വിയും കാര്യങ്ങളൊക്കെ ഉള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും കേട്ടോ അവരുടെ വീട്ടിൽ. അവരതിൽ സന്തോഷമായിട്ടാണ് താമസിക്കുന്നത്. അങ്ങനെ ഞങ്ങളത് കണ്ട് പിന്നെ ചേരമ്പാടി കോവിലൊക്കെ കണ്ടു കേട്ടോ. ചേരമ്പാടി കോവിലൊക്കെ കണ്ടു. അങ്ങനെ പോന്ന് കുറേ തേയിലത്തോട്ടമുണ്ട്. അവിടെ പണിക്കാരൊക്കെ തേയില നുള്ളണുണ്ടായിരുന്നു. അപ്പോൾ തേയില നുള്ളണ സമയമാണെന്നാണ് തോന്നുന്നത്. അത് കഴിഞ്ഞ് കുറേ ഇങ്ങനെ പോന്ന് കഴിഞ്ഞിട്ട് എഴുത്തിമ്മയുടെ വീടിൻ്റെ അവിടെ എത്താറാകുമ്പോൾ ഒരുപാട് ചുമന്ന പൂക്കളൊക്കെ ഉള്ള മരങ്ങളുണ്ട്. അപ്പോഴത്തേക്ക് ഏകദേശം റിപ്പണൊക്കെ എത്താറായി. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. എന്നിട്ട് ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പോഴത്തേക്ക് അത് ഇത്തിരി ദൂരമായതുകൊണ്ട് കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നേ. എന്നാലും ഞങ്ങൾ പോന്ന് അങ്ങനെ എഴുത്തിമ്മയുടെ വീട്ടിലെത്തി ചായയൊക്കെ കുടിച്ച് പൊറോട്ടയും ചിക്കനൊക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ച്. എഴുത്തിമ്മയുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു മലയിൽ പോയി ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്തു കുറച്ച് കേട്ടോ. എന്നിട്ട് അത് ചെറിയൊരു പാറ പോലത്തെ ഒരു സ്ഥലമാണ്. അവിടെ കയറി ഒക്കെ കണ്ട് തേയിലത്തോട്ടം തന്നെയായിരുന്നു. മഴയുടെ നല്ല വൈകുന്നേരം ആവണേൻ്റെ മുന്നേ നമുക്ക് തിരിച്ച് പോരാം. ഇനി മഴയുണ്ട്, ചെറുതായിട്ട് കോടയെ മൂടും, ആനശല്യം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നേരെ തിരിച്ച് പോരാലോ വേഗം എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് ആ മലയിൽ നിന്ന് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ എഴുത്തിമ്മയുടെ ഒക്കെ യാത്ര പറഞ്ഞ് തിരിച്ചു പോന്നപ്പോൾ തന്നെ നല്ല കോടയായി തുടങ്ങി. ഒരു 6-6:30 ആയിട്ടുണ്ട്. നല്ല കോടയായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ കുഴപ്പമൊന്നുമില്ലാതെ ഒരു 9:30 കഴിഞ്ഞപ്പോഴത്തേക്ക് വീട്ടിലെത്തി. സുഖമായിരുന്നു യാത്ര, വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇടയ്ക്കൊക്കെ ഇറങ്ങി ഞങ്ങൾ ഓരോ ചായയൊക്കെ കുടിച്ച് വീട്ടിലെത്തി സുഖമായിട്ട് ഇരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ.